പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൻ്റെ 27-ാം വചനം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം അച്ഛൻ അയക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പക്കലുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം തീർന്നു പോയൊരു സാഹചര്യം. ആ സാഹചര്യത്തിൽ വിശപ്പ് മാറ്റാൻ ഭക്ഷണത്തിന് വേണ്ടി കരയുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിലേക്ക്, അവരുടെ കൂടാരവാതിൽക്കിലേക്ക് മന്നയായി പെയ്തിറങ്ങുന്ന കർത്താവ്. ഈ മന്നയുടെ പ്രത്യേകതയാണ് നമ്മൾ ഈ 27-ാം വചനത്തിൽ വായിച്ചത്. അഗ്നിയിൽ അത് നശിച്ചു പോകില്ല, പക്ഷേ അരുണോദയത്തിൽ അത് ഉരുകിപ്പോകും. ഓരോ പ്രഭാതത്തിലും സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഇസ്രായേൽ ജനം വരണം. ദൈവത്തിൻ്റെ പുതിയ സ്നേഹം, ഭക്ഷണമായി വരുന്ന കർത്താവിൻ്റെ സ്നേഹം ഇസ്രായേൽ ജനം അനുഭവിച്ചറിയണമെന്ന് കർത്താവായ ദൈവം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതിൻ്റെ വലിയ പ്രത്യേകതയാണ് ഈ മന്നയിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വചനങ്ങൾ ഇങ്ങനെ പറയുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ പുതിയ സ്നേഹം ഇസ്രായേൽ ജനം അനുഭവിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിൽ ഉണർന്ന് മന്ന പെറുക്കാൻ ഇസ്രായേൽ ജനത്തോട് ദൈവം കൽപ്പിച്ചത്. ഇന്ന് ഈ മന്നയുടെ സ്ഥാനത്ത് നമുക്ക് ജീവനുള്ള കർത്താവിനെയാണ് ഈശോ തന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ പ്രഭാതത്തിലും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ വന്ന് ദിവ്യകാരുണ്യനാഥനെ കണി കണ്ടുകൊണ്ട് നമ്മുടെ പ്രഭാതം, നമ്മുടെ ജീവിതം ആരംഭിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ആരാധനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഈശോ എന്നോട് മനസ്സിൽ പറയാണ്, ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് നീ നിന്റെ പരിചയമുള്ളവർക്കൊക്കെ അയച്ചു കൊടുക്ക്, ദിവ്യകാരുണ്യ ഈശോയെ കണി കണ്ട് ഉണരാൻ പറയുന്നു. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, കർത്താവെ, അല്ലാതെ തന്നെ ഒരുപാട് വീഡിയോ ക്ലിപ്സുകൾ കാലത്ത് തന്നെ വരുന്നുണ്ട്. ഡെയിലി ബ്രെഡ്സ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. അതുപോലെ നിയോഗ പ്രാർത്ഥന, മനോഹരമായിട്ടുള്ള ശുശ്രൂഷ വരുന്നുണ്ട്. പല വിധത്തിലുള്ള വചന ശുശ്രൂഷകൾ കുറച്ച് സമയം മാത്രം ഉള്ളത് നമുക്ക് ഓരോ പ്രഭാതത്തിലും വരുന്നുണ്ട്. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ അയക്കണോ കർത്താവേ എന്നിങ്ങനെ മനസ്സിൽ ചോദിച്ചപ്പോൾ ഈശോ മനസ്സിലേക്ക് തന്ന മറുചോദ്യമുണ്ട്: ഇത് ശല്യമില്ലാത്തവരും ഉണ്ടാകുമല്ലോ. അപ്പൊ ഞാനിങ്ങനെ ധ്യാനിച്ചു, കർത്താവിനെ ഒന്നും നോക്കാനില്ല. ഞാനൊരു വീഡിയോ എടുത്ത് ദിവ്യകാരുണ്യ ആരാധന എന്ന് പറഞ്ഞ് ഞാനങ്ങനെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജിലേക്ക് ഇങ്ങനെ ഇട്ടു, യൂട്യൂബിൻ്റെ ചാനലിലേക്ക്. പ്രിയപ്പെട്ടവരെ, അന്ന് എനിക്കൊരു സാക്ഷ്യം കേൾക്കാനായിട്ട് സാധിച്ചു. അന്ന് ഞാനിങ്ങനെ ആ വീഡിയോ ഇട്ടതിൻ്റെ പുറകിലൂടെ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് പരിചയമുള്ളവരോടൊക്കെ അയച്ചു. നിങ്ങൾ ഈ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ഒരു നിയോഗം പറയണം, ആ നിയോഗത്തിന് വേണ്ടി ഞാൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും, ഈശോ അത് കേൾക്കും. അന്ന് ഉച്ചയായപ്പോൾ എനിക്ക് ഒരു സന്ദേശം ലഭിച്ചു. ആൻഡമാനിലുള്ള ഡിക്സൺ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട്, കടബാധ്യത കൊണ്ട് ഇങ്ങനെ വലഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും ഇങ്ങനെ ആൾക്കാർ പുറത്തു കടക്കാത്ത വിധത്തിൽ അവരെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരവസ്ഥ. അപ്പൊ അവര് ഈ പ്രഭാതത്തിൽ ഈ വീഡിയോ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈശോയുടെ അടുത്ത്, ദിവ്യകാരുണ്യ ഈശോയുടെ അടുത്ത് ആ കടത്തിന്റെ കെണിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു അത്രേ. പ്രിയപ്പെട്ടവരെ, ഉച്ചയായപ്പോഴേക്കും അവർക്ക് 2 ലക്ഷം രൂപയോളം ഒരു സഹോദരി വഴിയായിട്ട് എത്തിച്ചു കിട്ടുകയും അവര് ആ വലിയ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ട് രക്ഷപ്പെടുകയും ചെയ്തു. അപ്പൊ വലിയ നന്ദി അവർ അറിയിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോ പ്രഭാതത്തിൽ ദിവ്യകാരുണ്യത്തെ നോക്കി ഉണരാൻ പറയുന്നത് ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ്. ഇന്നും ഓരോ പ്രഭാതത്തിലും ഞാൻ ഈ പ്രഭാത ആരാധന എന്ന് പറഞ്ഞ വീഡിയോ അയക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത മുഴുവനും, കർത്താവേ, ദൈവജനം അങ്ങയെ കണി കണ്ട് ഉണരണം. ഈശോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്, ദിവ്യകാരുണ്യ ഈശോയെ കണി കണ്ട് ഉണരണം. എൻ്റെ മുഖമല്ല ആ വീഡിയോയിൽ വരുന്നത്, ദിവ്യകാരുണ്യ ഈശോയുടെ മുഖമാണ്. പ്രഭാതത്തിൽ ഉണരുമ്പോൾ തന്നെ ഫോൺ ഓൺ ചെയ്താൽ ആദ്യമേ നിങ്ങൾ ഓരോരുത്തരും ആ ദിവ്യകാരുണ്യ ഈശോയെ നോക്കണം. ആ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ഒരു നിയോഗം സമർപ്പിച്ചുകൊണ്ട് വേണം ജീവിതത്തിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാനായി. ഈശോ ആഗ്രഹിക്കുന്നു ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സന്നിധിയിൽ വരണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഓരോ പ്രഭാതത്തിലും മന്ന പെറുക്കണമെന്ന് ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ച അതേ കർത്താവ് തന്നെ നമ്മോട് ആവശ്യപ്പെടാണ്. ഓരോ പ്രഭാതത്തിലും അൾത്താരയിൽ
നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി, രക്തത്തിന്റെ ഭാഗമായി അലിഞ്ഞു ചേരാൻ ദിവ്യകാരുണ്യമായി ഈശോ മാറി നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ നമ്മൾ ആ ഈശോയെ സ്വീകരിക്കണം, ഈശോയെ കാണണമെന്ന് ഈശോ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ എപ്പോഴാണ് ഈ ദിവ്യകാരുണ്യത്തിൽ നമുക്ക് ഈശോയെ കണ്ടെത്താൻ പറ്റുന്നത്? ഓരോ പ്രഭാതത്തിലും ഈ ദിവ്യകാരുണ്യത്തിൽ പങ്കുചേരാൻ വേണ്ടി, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ വേണ്ടി തലേ ദിവസം മുതൽ നമ്മൾ പ്രാർത്ഥിച്ചു ഒരുങ്ങണം. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി വിശുദ്ധ കുർബാനയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ പല വിചാരം കൂടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുമ്പോൾ കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും ഒരുങ്ങി ബലിയർപ്പിക്കണം. ഞാനിന്ന് ഈ സന്ദേശം അയക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത എന്താണെന്ന് അറിയാമോ? അബ്രാഹം കർത്താവിന്റെ വഴി തടഞ്ഞു. സോദോം ഗൊമോറ ദേശം നശിപ്പിക്കാൻ പോകുമ്പോൾ അബ്രാഹം കർത്താവിന്റെ വഴി തടഞ്ഞു. അപ്പോ അബ്രാഹം അവസാനമായി പറയുന്ന ഒരു വാക്കുണ്ട്, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ നഗരത്തെ നശിപ്പിക്കാതിരിക്കാമോ? കർത്താവ് അത് സമ്മതിച്ചു. പ്രിയപ്പെട്ടവരെ, അച്ഛൻ അയക്കുന്ന ഈ സന്ദേശം കേട്ടിട്ട് ഒരു 10 പേർക്ക് നന്നായി ഒരുങ്ങി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയിൽ ഓരോ ദിവസവും പങ്കെടുക്കാനായിട്ട് സാധിച്ചാൽ ആ 10 പേരെ പ്രതി 10,000 ആത്മാക്കളെ കർത്താവ് രക്ഷിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന നന്മ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് നിഷേധിക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന വലിയ നന്മയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ്. ബലിവേദിയിൽ വിരുന്നൊരുക്കി കർത്താവ് കാത്തിരിക്കുകയാണ്. തിബേരിയൂസ് കടൽ തീരത്ത് പത്രോസിനെയും കൂട്ടരെയും കാത്തിരുന്ന അതേ തമ്പുരാൻ എത്ര സ്നേഹത്തോടെയാണ് അവരെ കാത്തിരുന്നത്. പ്രഭാത ഭക്ഷണം ഒരുക്കി കാത്തിരുന്നു കർത്താവ്. അവരുടെ നിയോഗങ്ങളും കൂടെ അതിലോട്ട് ചേർത്ത് വെച്ചു. നമ്മുടെ നിയോഗങ്ങളുമായി ഓരോ പ്രഭാതത്തിലും നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് നടന്നെടുക്കാം. ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും മാഞ്ഞു പോകാത്ത കർത്താവിന്റെ സ്നേഹം മതിവരുവോളം വിശുദ്ധ കുർബാനയിലൂടെ ആസ്വദിക്കാൻ നമുക്ക് പഠിക്കാം. കർത്താവിന്റെ ഈ സ്നേഹം അനുഭവിച്ചറിഞ്ഞു തുടങ്ങിയിട്ട് 19ാമത്തെ വർഷമാണ് പൗരോഹിത്യത്തിന്റെ. അനേകം വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചു. ഒരിക്കൽ പോലും ഒരു ആവർത്തന വിരസത എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടില്ല. ഓരോ പ്രഭാതത്തിലും അർപ്പിക്കുമ്പോൾ അത് പുതിയതാണ്. കാരണം ഈശോയ്ക്ക് നമ്മോട് ഓരോ പ്രഭാതത്തിലും വിശുദ്ധ കുർബാനയുടെ പുതിയതായിട്ട് എന്തോ പറയാനുണ്ട്. നമുക്ക് ഒരുങ്ങാൻ പ്രിയപ്പെട്ടവരെ. ഒരിക്കലും മടുക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് വിശുദ്ധ കുർബാനയാണ്. ആ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.